പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്, ധ്യാനിക്കുന്നവനായിട്ട് പോകുന്നത് കപടഭക്തിക്കാരെക്കുറിച്ചാണ്. സങ്കീർത്തനം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോയി. ആരാണ് പറയുന്നത്? രാജാവാണ്, ദാവീദ് രാജാവാണ്. ഇസ്രായേലിൻ്റെ 2-ാമത്തെ രാജാവായ ദാവീദ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ പറഞ്ഞ ഭക്തന്മാരിൽ അവിടെ വീണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുതെന്ന് കർത്താവായ യേശുക്രിസ്തു പറയുക. കപടഭക്തിക്കാർ ആരാണ്? ഹൈപ്പോക്രാറ്റിസ്. അവർ കാപഠ്യമുള്ള അദ്രം കൊണ്ട് അവർ സംസാരിക്കുന്നത്, അവർ നുണയന്മാരാണ്. 3 ഇരുമനസ്സുള്ളവരാണ്, 2 മനസ്സുള്ളവരാണ്. അവരുടെ മനസ്സ് ഒന്നിൽ സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. 4 വമ്പ് പറയുന്ന, അവർക്ക് നാവ് എന്ന് പറയുന്നത് വമ്പ് പറയുന്നതാണ്. അവർ ചോദിക്കുന്ന, കപടഭക്തിക്കാർ ചോദിക്കുന്നത് ഞങ്ങളുടെ യജമാനനാരാണ്. അവർക്ക് യജമാനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ചോ ഒന്നും യാതൊരു പിടിയുമില്ല. എന്നാലും അവരതിൻ്റെ മുൻപിൽ പോയി ഭക്തിയോടെ ആരാധിക്കുന്നു, ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നു. അവർ മനുഷ്യർ കാണേണ്ടതിന് നീതി ചെയ്യും. കപടഭക്തിക്കാർ മനുഷ്യർ കാണേണ്ടതിന് നീതി. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരുടെ മാനം അവർ പിടിച്ചു വാങ്ങിക്കും. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യുന്നത്? കപടഭക്തിക്കാർ ചെയ്യുന്നത്, പള്ളികളിലും വീതികളിലും അവർ കാഹളമൂതിക്കുകയാണ്. ഭയങ്കരമായിരിക്കുന്ന ചെണ്ടകൊട്ടും മേളങ്ങളുമെല്ലാം ഭക്തന്മാർ കാണിക്കും. കപടഭക്തിക്കാർ പള്ളികളിലും തെരുവിൻ്റെ കോണുകളിലും അവർ അതിൻ്റെ മുൻപന്തിൽ അവരുടെ പോക്കും നിൽപ്പും നടപ്പും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായ ഭക്തന്മാരാണെന്ന്. കപടഭക്തിക്കാർ ജ്വൽപ്പനം ചെയ്യുന്നതാണ്, ജാതികളെപ്പോലെ ജ്വൽപ്പനം ചെയ്യുന്നവരാണ്. അവരുടെ വിചാരം അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ്, ദൈവത്തിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന് തോന്നുന്നവരാണ്. മനുഷ്യരുടെ പിഴകളെ അവർ ക്ഷമിക്കുകയില്ല. വാടിയ മുഖം കാണിച്ച് അവർ ഉപസിക്കുന്നവരാണ്. കപടഭക്തിക്കാർ മനുഷ്യർ കാണേണ്ടതിന് മുഖം വിരൂപമാക്കുന്നവരാണ്. കപടഭക്തിക്കാർ 15 പുഴുവും തുരുമ്പും നശിപ്പിക്കുന്ന, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുന്നതും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കുന്നവരാണ് കപടഭക്തർ. മക്കൾ താമസിക്കാനില്ലെങ്കിലും നാമോദയം നഷ്ടപ്പെട്ടാലും അവർ വലിയമായിരിക്കുന്ന ആഡംബരമായ വീടുണ്ടാക്കി ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും അന്യഭാഷ പറയുകയും പാടുകയും എല്ലാം ചെയ്യുന്നവരാണ്. ഒരു വാടിയ മുഖം കാണിച്ച് ചെയ്യുന്നവരാണ്. കപടഭക്തിക്കാരുടെ കണ്ണ് ചൊവ്വുള്ളതല്ല, കണ്ണ് കേടാണ്. ശരീരം മുഴുവനും അതുകൊണ്ട് ഇരുണ്ടതായിരിക്കും. ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. കപടഭക്തിക്കാർ 2 യജമാനന്മാരെ സേവിക്കും. അതുകൊണ്ട് ഒരുവനെ പകയ്ക്കുകയും ഒരുവനെ സ്നേഹിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഒരുവനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. കപടഭക്തിക്കാർ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുന്നവരാണ്. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ എല്ലാത്തിൻ്റെ മുൻപിൽ നിന്ന് അവർ എല്ലാ കാര്യവും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും, ഒക്കെ ചെയ്യും. എന്നിട്ടോ മാമോനെയും തിന്മയെയും അവർ സ്വീകരിക്കുന്നതാണ്. കപടഭക്തിക്കാർ ആകുലപ്പെടുന്നവരും വിചാരപ്പെടുന്നവരുമാണ്. കപടഭക്തിക്കാർ അല്പവിശ്വാസികളാണ്. അല്പവിശ്വാസികളെ കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വിശ്വാസമില്ലയോ? 5 അപ്പം കൊണ്ട് ഏറെ പൊട്ടിപ്പിച്ച് 12 കൊട്ട നിറച്ചെടുത്തിട്ടും, 5 അപ്പവും 2 മീനും കൊണ്ട് ഇത്രമാത്രം അനുഗ്രഹം ചെയ്തിട്ടും, കണ്ണില്ലാത്തവന് കാഴ്ച കൊടുത്തിട്ടും, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തിട്ടും, വെള്ളത്തിന് മീതെ കടന്നു വന്നിട്ടും, യായിറോസിൻ്റെ മകൾ ഉറപ്പിച്ചിട്ടും, വിധവയുടെ മകനെ ഉറപ്പിച്ചിട്ടും, ലാസറെ പുറത്തു വരുത്തിയിട്ടും, 38 വട്ടം കിടന്ന മനുഷ്യരെ നടത്തിയിട്ട്, പക്ഷപാതക്കാരും കെട്ടിയിറക്കിയപ്പോൾ അവരെയും സൗഖ്യം കൊടുത്തിട്ടും, പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ പനിയെ സൗഖ്യമാക്കിയിട്ടും,
കർത്താവായ യേശുക്രിസ്തു ഈ എല്ലാ അത്ഭുതങ്ങൾ ചെയ്തിട്ടും അവൻ എല്ലാവരേക്കും വേണ്ടതായിരിക്കുന്ന ഉപദേശങ്ങൾ കൊടുക്കുകയും പഠിപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടും തൻ്റെ ശിഷ്യന്മാരോടും യേശുക്രിസ്തു പറയുന്നത് അല്പവിശ്വാസികളായാണ്. കാരണം എന്താണ്? അവർക്ക് യഥാർത്ഥമായ ഭക്തി അവരുടെ ജീവിതത്തിൽ വരുന്നില്ല. കാരണം അത് പരിശുദ്ധാത്മാവിലാകാത്തത് കൊണ്ടാണ് എന്ന് പറയുകയാണ്. പരിശുദ്ധാത്മാവിലായിരിക്കുന്നവൻ ഭക്തിയോടെ ആരാധിക്കും. ഭക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഭക്തി നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ എല്ലാം നഷ്ടമാണ്. നമുക്ക് മക്കളെ നഷ്ടപ്പെടും, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടും, നമ്മുടെ ജീവിതത്തിൽ രോഗം, ഭാരം, പ്രയാസം, ദുഃഖം, കഷ്ടത, കണ്ണുനീര് എല്ലാം കടന്നു വരും. അതുകൊണ്ട് നീ വിശ്വാസമുള്ളവനായിത്തീരാം. കർത്താവ് യേശു വിശ്വസിച്ച് നീ നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കും. ഈ ലോകത്തൊരു കപടഭക്തിക്കാരനായി മാറരുത്. വചനം നിങ്ങൾ ഗ്രഹിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരായി മാറണം. ദൈവത്തിൻ്റെ വചനത്താലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഭക്തിയുടെ മാർഗം അത് യഹോവ ഭക്തിയിലായിരിക്കണം, അല്ലെങ്കിൽ യേശുവിലായിരിക്കണം. യേശുവിലായിത്തീരുമ്പോൾ മക്കളായി തീരുവാനായിട്ട് കഴിയും. മക്കളെങ്കിലോ അവകാശികളുമാണ്. അവകാശികളെന്താ? അപ്പ, പിതാവ് എന്ന് വിളിക്കുവാനുള്ള കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പുത്രത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്ന് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന യേശു നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തന്ന പോലെ നമ്മൾ സ്നേഹമുള്ളവരായി മാറണം. കപടഭക്തിക്കാരെ പോലെ മുഖം വിരൂപമാക്കരുത്, മുഖം വാടരുത്, പോഷ്ക് പറയുന്നവരായി മാറരുത്, വമ്പ് പറയുന്നവരായി മാറരുത്. അത് രണ്ട് യജമാനന്മാർ സേവിക്കുന്നവരായി മാറരുത്. ഈ ലോകത്തിന് അനുരൂപനായി മാറരുത്. ഈ ലോകത്തിലല്ല നിൻ്റെ സമ്പാദ്യം. ഈ ലോകത്തിൽ നീ അന്യഭാഷ പറയുന്നവെന്നല്ല, അന്യഭാഷ ദൈവത്തിങ്കിൽ നിന്ന് വരണം. ദൈവത്തിനായി ജീവിക്കണം, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കണം, മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയണം, അവിടെ കണ്ണുനീരൊപ്പുവാൻ കഴിയണം. കുഷ്ഠരോഗിയായ മനുഷ്യനെ വിടിവിച്ചതുപോലെ നമുക്ക് വിടിവിക്കുവാനായിട്ട് കഴിയണം. വരണ്ട കൈയുള്ളവന് കരം കൊടുത്തതുപോലെ നമുക്ക് കൊടുക്കുവാനായിട്ട് കഴിയണം. കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നടുവിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഏക കാരണം കപട ഭക്തിയുള്ളവരായി തീർന്നുള്ളത്. സമ്പന്നന്മാർ നശിച്ചു പോകുന്നതിൻ്റെ കാരണം അവൻ്റെ ജീവിതത്തിൽ യേശുവുമായിട്ടൊരു ബന്ധമില്ലാണ്. പരിശുദ്ധമായ ആലയത്തിൽ വരുമ്പോൾ ആലയത്തിൻ്റെ ഉള്ളിൽ കയറി യേശുവിനെ ആരാധിക്കണം. ആലയത്തിൻ്റെ പുറത്ത് നിന്ന് നീ അതീതും പറഞ്ഞ് അതീതും കണ്ട് ദൈവത്തെ കളിയാക്കുന്നവനായി മാറരുത്. ആരാധനയുടെ ദിവസം യേശുവിനെ ആരാധിച്ച് യേശുവിൻ്റെ ശരീരം ഭക്ഷിച്ച് നമ്മുടെ ജീവിതത്തിൽ നന്മയുള്ളവരായി മാറണം. തിന്മയെ നമ്മൾ ഉപേക്ഷിക്കണം. കപടഭക്തിക്കാർ തിന്മയുള്ളവരാണ്. അവരവസരത്തിനൊത്ത് പ്രവർത്തിക്കും. അവർ ഈ ലോകത്ത് ആഡംബരത്തോടെ ജീവിക്കും. എന്നിട്ടോ എല്ലാത്തിൻ്റെ മുന്നിൽ നിറയും. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ.